ഹരേ കൃഷ്ണ. ഏതായാലും നമുക്ക് ഇത് ആരംഭിക്കാം. ആരൊന്നും പറയുന്നില്ല. ജയ രാധ മാധവ കുഞ്ച വിഹാരി. ജയ രാധ മാധവ കുഞ്ച വിഹാരി. ജയ ഗോപീജന വല്ലഭ ഗിരിവരധാരി. ജയ ഗോപീജന വല്ലഭ ഗിരിവരധാരി. യശോദനന്ദന വ്രജ ജന രഞ്ജന. യശോദനന്ദന വ്രജ ജന രഞ്ജന. യമുന തീരാവനചാരി. യമുന തീരാവനചാരി. ജയ രാധ മാധവ കുഞ്ച വിഹാരി. ജയ രാധ മാധവ കുഞ്ച വിഹാരി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാം രാം ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ജയ രാധ മാധവ് ജയ രാധ മാധവ് രാധ മാധവ് ജയ രാധ മാധവ്. ജയ പ്രഭുപദ ജയ പ്രഭുപദ ജയ പ്രഭുപദ ശീല प्रभुपद. श्री श्री राधा माधव भगवान की जय. श्री श्री पतित पावन श्री श्री गौरनिताय की जय. जगत गुरु शिल प्रभुपाद की जय. आनंद गौड़ वैष्णवृंद की जय. निताय गौर प्रेमानंदे हरि हरि बोल. ओम नमो भगवते वासुदेवाय. ओम नमो भगवते वासुदेवाय. ओम नमो भगवते वासुदेवाय. कृष्णाय वासुदेवाय देवकी नंदनाय च नंदगोपकुमाराय गोविंदाय नमो नमः. हरि ओम तत्सत्. ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुर्मीलितं येन तस्मै श्रीगुरवे नमः. नमो ओम विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते जयपताका स्वामिने नमाचार्यपादाय निधाय कृपाप्रदायिने गौरगतदामदाय नगरग्रामदाय नमो ओम विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद. हरे कृष्ण 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 हरे हरे. हरे राम 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 हरे हरे. हरे कृष्ण. जगत गुरु शिल प्रभुपाद की जय. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. നമുക്കറിയാം,
എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ അല്ലേ? എല്ലാവരും കേൾക്കുന്നുണ്ടോ? എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട് പ്രഭുജി. ഓക്കെ. ഹരേ കൃഷ്ണ. രഘുത്തമൻ പ്രഭുജിയുടെ മൈക്ക് ഓണാണെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് ഇന്ന് വിഷയം തന്നിരിക്കുന്നത് നമ്മുടെ ശ്രീമാൻ വിജയ മുകുന്ദദാസ് പ്രഭുജി നമുക്ക് ഇന്ന് ഇവിടെ തന്നിരിക്കുന്ന വിഷയം അകാസുര വധം എന്ന ഭാഗമാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ദിവ്യലീലയില് വളരെ പ്രസിദ്ധമായ ഒരു ലീലയാണ് അകാസുരവധം. നമ്മളെല്ലാവരും പലപ്പോഴായിട്ട് കേട്ട കാര്യങ്ങളും കഥകളും ഒക്കെയാണ്. ശ്രീകൃഷ്ണ സ്വാമിയുടെ ഭഗവാന്റെ ശ്രീ രാധാകൃഷ്ണന്മാരുടെ ദിവ്യ ലീലകള് ശ്രീമദ് ഭാഗവതത്തിന്റെ ദശമസ്കന്ധത്തില് ഭഗവാന്റെ ദിവ്യലീലകള് അങ്ങനെ അങ്ങ് വർണ്ണിച്ചിട്ടുണ്ട് ഒരുപാട്. ഈ ദിവ്യലീലകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ശ്രീമദ് ഭാഗവതത്തില് ഭഗവാന്റെ പലതരത്തിലുള്ള വിഭൂതികളും അദ്ദേഹത്തിന്റെ അവതാരങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ മഹിമാനങ്ങളെക്കുറിച്ചും എല്ലാം വിശദീകരിച്ച് ഭാഗവതം 10-ാം സ്കന്ധം എത്തുമ്പോൾ ഭഗവാന്റെ ബാല്യലീലകൾ മുതൽ തിരുവവതാരം മുതൽ ഭഗവാന്റെ ദിവ്യലീലകളെല്ലാം പറഞ്ഞ് ഭഗവാന്റെ മഹത്വത്തെ പൂർണ്ണമാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്താണ് നമുക്ക് ഈ ദിവ്യ ലീലകൾ കേൾക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീല ജപദാസ് സ്വാമി, ഗുരു മഹാരാജൊക്കെ, അതുപോലുള്ള മഹത്തായിട്ടുള്ള ആത്മീയ ആചാര്യന്മാരൊക്കെ, ശീലപ്രഭുപാദൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം, ഈ ലീലകൾ കേൾക്കുന്നത് അതിൽ ആരാണോ ശ്രദ്ധയോടുകൂടി ഭഗവാന്റെ ദിവ്യലീലകൾ കേൾക്കുന്നത് അവന്റെ അനർത്ഥങ്ങൾ ഇല്ലാതാവുന്ന പറയാം. അനർത്ഥങ്ങൾ മുഴുവൻ നശിച്ചു പോകും. അവന്റെ കൊടിയ പാപങ്ങൾ പോലും ഇല്ലാതാവും. അവന്റെ ജീവിതത്തിലുള്ള എല്ലാ തടസ്സങ്ങളും അകന്നു പോകും. ആത്മീയ ഉന്നതിയിൽ അവൻ ഈശ്വരന്റെ പുണ്യധാമത്തിലേക്ക് പ്രവേശിക്കും. അതാണ് ഈ ദിവ്യ ലീലകൾ കേട്ടാലുള്ള പ്രയോജനം. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതം ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി അവതരിച്ചു. ഭഗവാൻ തന്നെ ഭാഗവതത്തിലേക്ക് വന്നു ചേർന്നു എന്നാ പറയുന്നത്. തിരിച്ചു പോകുന്ന സമയത്ത് ഒരു ഭാഗം ഭഗവാൻ ഭാഗവതത്തിൽ വന്നു എന്നാണ്. അപ്പോ ഈ ഭാഗവതം അത്രയും ശ്രേഷ്ഠമാണ്. ഭഗവാന്റെ ദിവ്യ ലീലകളാണ്. ഇത് കേൾക്കാനുള്ള അവസരം നമുക്ക് ഉപയോഗിക്കാം. ഈ സേവനത്തിനുള്ള അവസരവും ഞാനും ഒരു വലിയ ഒരു അവസരമായി കണ്ട് സേവിക്കാനുള്ള ഈ ഒരു നിമിഷത്തെ, ഈ ഒരു സമയങ്ങളിൽ ഇത് നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ അഭിവന്ദരായിട്ടുള്ള ഭക്തന്മാരുടെയും പാദങ്ങളിൽ പ്രണാമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു സേവനം ഒന്ന് കുറച്ചു സമയം ശ്രദ്ധിച്ചു നോക്കാം. അകാസുരവധം. അഘം എന്ന് വെച്ചാൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അഘം എന്ന് സംസ്കൃതത്തിൽ പറയുന്നത് ഒരു വാക്കിന് അർത്ഥമുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഹരേ കൃഷ്ണ. പാപം. അതെ, നന്നായി സാവിത്രി മാതാജി. അവരും മാതാജി പറഞ്ഞത് വളരെ സത്യമാണ്. പാപം അല്ലെ? ആരുടെയോ മൈക്ക് ഓൺ ആയിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിക്കണം ദയവായിട്ട്. മൈക്ക് ഒന്ന് ഓഫ് ആക്കി വെക്കണം. നമ്മുടെ ശ്രദ്ധയിൽ മറ്റുള്ളവർക്ക് കേൾക്കില്ല. രഘുത്തമൻ ജിയുടെയാണ് മൈക്ക് ഓൺ ആയിട്ടുള്ളത്. അപ്പോ എന്താണ് പറഞ്ഞത് അല്ലെ? പാപത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. പാപം. അഘം എന്ന് പറഞ്ഞ പാപാണ്. ശ്രീകൃഷ്ണ സ്വാമി ഭഗവാനിൽ അല്ലെ, ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനെ അതുകൊണ്ട് തന്നെ പാപരഹിതൻ എന്ന അർത്ഥത്തിൽ ഒരു പേര് വിളിക്കുന്നുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പാപരഹിത എന്ന അർത്ഥത്തിൽ അർജുനെ വിശേഷിപ്പിക്കുന്ന ഒരു പേരുണ്ട്. ഭഗവത്ഗീത വായിച്ചുള്ളവർക്ക് അറിയാം. എന്താണ്? ആരെങ്കിലും പറയുമോ? ഓക്കെ, ഞാൻ പറയാം. അല്ലെ, അനഘൻ എന്ന പേര് പറയുന്നുണ്ട് അല്ലെ. മയാനഘ, പാപരഹിത എന്ന് വിശേഷിപ്പിക്കുന്നത് കാണാം. ഭഗവാൻ അർജുനെ അങ്ങനെ വിശേഷിപ്പിക്കാൻ കാരണം അർജുനൻ ഭഗവാന്റെ ഒറ്റ മിത്രവും ഭക്തനുമാണ് അല്ലെ. കാരണം ഒരു പാപിയായ വ്യക്തിക്ക് ഭഗവാന്റെ അടുത്തേക്ക് ഒരിക്കലും സ്ഥാനമില്ല. അപ്പോ എല്ലാ തരത്തിലും ശ്രേഷ്ഠനായ ഒരു വ്യക്തിത്വമായിരുന്നു അർജുനൻ.
അതുകൊണ്ട് ഭഗവാൻ അർജുനനെ പാപരഹിതൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ അകാസുര വധം എന്ന ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന നേട്ടം നമ്മുടെ ഉള്ളിലുള്ള എത്രയോ ഭീമമായ പാപങ്ങളും നമുക്ക് ഇല്ലാതാവും. ശ്രീകൃഷ്ണ ഭഗവാനിൽ നമുക്ക് ഭക്തി വളരും, നമ്മുടെ ഉള്ളിലുള്ള അനർത്ഥങ്ങൾ ഇല്ലാതാവും. എല്ലാവരും ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഈ ഒരു ഭാഗം ശ്രീകൃഷ്ണ എന്ന ബുക്കിൽ, ഗ്രന്ഥത്തിൽ ശ്രീല പ്രഭുപാദ് വർണ്ണിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്. അപ്പോൾ ആ കഥകളൊക്കെ ഇങ്ങനെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും ചങ്ങാതിമാരായ ഗോപന്മാരുമൊത്ത് കൃഷ്ണൻ അതിരാവിലെ തന്നെ എഴുന്നേറ്റ്, കൃഷ്ണൻ അല്ലെ ശ്രീകൃഷ്ണ സ്വാമി ഭഗവാൻ വൃന്ദാവനത്തില് ആ ഹരേ കൃഷ്ണ പ്രഭുജി, ഇടയ്ക്ക് ശബ്ദം കുറവ് തോന്നുന്നുണ്ട്. എന്റെ ശബ്ദം കുറവ് തോന്നുന്നുണ്ടോ? എന്ത് ചെയ്യാം, ഇവിടെ അങ്ങനെ റേഞ്ച് പ്രശ്നമുണ്ടോ എന്ന് സംശയമുണ്ട്. ഞാൻ അടുത്ത് വന്നിട്ട് പറയാം. ഓക്കെ, എന്നാലും ഒന്ന് ശ്രദ്ധയോടെ ഇരിക്കുക. ഇവിടെ റേഞ്ച് പ്രോബ്ലം ഉണ്ടാവും, ക്ഷമിക്കണം. ഞാൻ കുറച്ചും കൂടി ഉറക്കെ പറയാം. ഓക്കെ, ഇപ്പൊ ക്ലിയർ അല്ലേ മാതാജി? ഏകദേശം കുഴപ്പമില്ല. ഹരേ കൃഷ്ണ. അപ്പോ വൃന്ദാവനത്തില് ഭഗവാൻ ഇങ്ങനെ ഗോകുലത്തില് നന്ദഗോപരുടെ ഗൃഹത്തിൽ യശോദാമ്മയുടെ അടുത്ത് നിന്നുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ ഓരോ ലീലകൾ ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ വളരുകയാണല്ലേ, 5 വയസ്സിന് മുമ്പുള്ള സമയം. അപ്പം ഭഗവാൻ ഇങ്ങനെ അവിടെ ആ ഗോപന്മാരും ഗോക്കളും ഒക്കെ ആയിട്ട് അങ്ങനെ കളിച്ച് നടക്കുന്ന സമയമാണ്. അപ്പോ ഒരു ദിവസം ഭഗവാൻ എന്താ ചെയ്യുന്നത്, ചങ്ങാതിമാരുമൊത്ത് രാവിലെ എഴുന്നേറ്റിട്ട് ഗോപന്മാരുമൊത്ത് കൃഷ്ണൻ വനത്തിലേക്ക് പുറപ്പെടാൻ തയ്യാറാണ്. കൃഷ്ണനാണ് ഇത്രയും സന്തോഷം, വനത്തിലേക്ക് പോകാൻ കൃഷ്ണന് ഭയങ്കര സന്തോഷമാണ്. എന്തിനാണെന്നറിയോ? എല്ലാ ഗോപന്മാരെയും ഗോക്കളെയും വിളിച്ചുണർത്തും ഭഗവാൻ. എന്നിട്ട് അവരോടൊപ്പം രാവിലെ തന്നെ വനത്തിലേക്ക് പോകും. അപ്പോൾ അവരോടൊത്ത് ഇങ്ങനെ കേളികളാടാൻ ഭഗവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഭഗവാന്റെ ആഗ്രഹം സാധിപ്പിച്ചുകൊണ്ട് എല്ലാ ഗോപന്മാരായ കുട്ടികളും ചങ്ങാതിമാരായ കുട്ടികൾ എല്ലാവരും ചേർന്ന് വനത്തിലേക്ക് പോകും. ആ പോകുന്ന വഴിക്ക് ഈ അകാസുര വധം എന്ന ഭാഗത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ ഈ കുട്ടികളൊക്കെ കാട്ടിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വേഗം വായിച്ചു പോവുകയാണെങ്കിൽ, അവര് കാട്ടിലേക്ക് പോയിട്ട് കാട്ടിൽ നിന്ന് അമ്മയും വീട്ടിലുള്ളവരെ കൊടുത്തയക്കുന്ന ഭക്ഷ്യങ്ങളും അതുപോലെ വനത്തിൽ കിട്ടുന്ന ആ കായ്കനികളും മറ്റു വേരുകളും ഒക്കെ കഴിച്ച് ഉല്ലസിച്ച് ആ യമുനയിലെ വെള്ളം കുടിച്ച് അവിടെ കേളികൾ ആടും. അപ്പൊ അതിനു വേണ്ടിയുള്ള സന്തോഷത്തിൽ അവർ പോവുകയാണ്. അപ്പൊ കൃഷ്ണൻ എന്താ ചെയ്തത്? കിടക്കയിൽ എഴുന്നേറ്റ ഉടനെ കൃഷ്ണന്റെ ചിന്ത എന്താ? എന്റെ കൂട്ടുകാരെ എല്ലാം വിളിച്ചു നിർത്തണം, എല്ലാവരെയും കൂട്ടിയിട്ട് ഇപ്പൊ തന്നെ പോകണം. നമ്മളെ നാട്ടിലുള്ള കുട്ടികളൊക്കെ കണ്ടില്ലേ അല്ലെ, രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ഓടി കളിക്കുന്ന പോലെ കൃഷ്ണൻ ആഗ്രഹിക്കുകയാണ് എല്ലാവരെയും വിളിച്ചുണർത്തും. കൃഷ്ണൻ കൊമ്പ്, ഈ പശുക്കളുടെ കൊമ്പ് ഉണ്ടാവും, ഈ ശരീരം വിട്ടുപോയ പശുക്കളുടെ കൊമ്പുകളൊക്കെ എടുത്തിട്ട് ആ കൊമ്പിന്റെ ഉള്ളിൽ ഇങ്ങനെ പൊള്ളയായ കൊമ്പ് എടുത്തിട്ട് അതിങ്ങനെ ഊതി ഭയങ്കര ശബ്ദം ഉണ്ടാവും. അതിന് എല്ലാവരെയും അറിയിക്കും. അങ്ങനെ ചങ്ങാതിമാരെ എല്ലാം വിളിച്ച് ഉണർത്തി കൂട്ടിക്കൊണ്ട് വനത്തിലേക്ക് പുറപ്പെട്ടു എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കെല്ലാം സന്തോഷം കൊടുക്കാൻ ഭഗവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മളെല്ലാം കൃഷ്ണഭക്തരാവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു അല്ലെ. പക്ഷെ നമ്മളെക്കാൾ കൃഷ്ണനുമായി അടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന സത്യത്തിൽ കൃഷ്ണനാണത്രേ, ഭഗവാനാണത്രേ നമ്മളെ ഭഗവാനുമായിട്ട് അടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഭഗവാനാണ്. ശരിക്കും നമ്മളെക്കാളും നമ്മളിപ്പം കൃഷ്ണഭക്തി കിട്ടണം നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ, പക്ഷെ ഭഗവാനാണ് അവരെല്ലാം എൻ്റെ ധാമത്തിലേക്ക്, എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരണം നമ്മളെക്കാൾ ആഗ്രഹിക്കുന്നത് ഭഗവാനാണെന്നാ പറയുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ ചങ്ങാതിമാരെ സന്തോഷിപ്പിക്കുവാനായിട്ട് ഓടി പോവുകയാണ്. അപ്പോ ആയിരക്കണക്കിന് ചങ്ങാതിമാരെ കൃഷ്ണൻ വിളിച്ചു കൂട്ടി എന്നാണ് ഇവിടെ പറയുന്നത്. അവരെല്ലാം വടി, ഓടക്കുഴല്, കൊമ്പ്, പിന്നെ കുറെ ഭക്ഷണപ്പൊതി ഇതെല്ലാം എടുത്തിട്ട് എല്ലാം കയ്യിൽ കരുതി ആയിരക്കണക്കിന് പശുക്കുട്ടികളും എല്ലാം ആയിട്ട് വൃന്ദാവനത്തിലെ കാട്ടിലേക്ക് പോവുകയാണ്. ഒരു വിനോദയാത്ര എന്ന നിലയിലായിരുന്നു അവരുടെ യാത്ര. നമ്മളെല്ലാം ടൂറ് പോകും, വിനോദയാത്രക്ക് പോകുമ്പോൾ നമ്മളെല്ലാം ഒരു വലിയ ആനന്ദം ഉണ്ടാവില്ലേ അല്ലെ. ആ ഒരു യാത്രക്ക് മുന്നേ നമ്മൾ എത്രയോ ഇങ്ങനെ അത് കൊതിച്ച് നിൽക്കുന്ന പോലെ എല്ലാ ദിവസവും രാവിലെ അവർ വിനോദയാത്രയാണ്. കാരണം വിനോദയാത്രക്ക് പോകുമ്പോൾ ആരുടെ കൂടെയാണ് പോകുന്നത്? എല്ലാവരും ഇവിടെ ശ്രദ്ധ ആ നായകനിലാണ്, ഭഗവാനിലാണ്, കൃഷ്ണനിലാണ്. അവർക്ക് ഭഗവാൻ ഒന്നും അറിയില്ല. പക്ഷെ അവർക്കറിയില്ല, അവർക്കെല്ലാവർക്കും കൃഷ്ണൻ എന്തോ അറിയില്ല, അവരുടെ പ്രാണനാഥനാണ്. അവർക്കെല്ലാം ഇഷ്ടമാണ് അവർക്കെല്ലാം കൃഷ്ണനെ എന്താ അറിയില്ല, ഹൃദയത്തിൽ എല്ലാവർക്കും കൃഷ്ണനോട് ഇഷ്ടമാണ്. ആ കൃഷ്ണനെ മദ്യം നിർത്തി അവരോടും അല്ലെ. പൂരയൻ ഗോപവൃന്ദൈ എന്നാണ് പറഞ്ഞത്.
വൃന്ദാരണ്യം സ്വപതരമണം പൂരയൻ ഗോപവൃന്ദേ. ആ ഗോപവൃന്ദമായിട്ട് വൃന്ദാരണ്യത്തെ എല്ലാവരെയും ആഹ്ലാദത്തിൽ ആനന്ദിപ്പിക്കുന്നവർ. അങ്ങനെ കൃഷ്ണൻ അങ്ങനെ ഒരു വിനോദയാത്ര പോലെ അവിടെ എല്ലാവരും കാട്ടിലേക്ക് പോന്നു. ഓരോരുത്തരും തങ്ങളോടൊപ്പമുള്ള പശുക്കളുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധ ചെലുത്തി. കുട്ടികളെല്ലാം വിവിധ തരത്തിലുള്ള സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞിരുന്നു. അങ്ങനെ ഈ കുട്ടികളെല്ലാം സ്വർണ്ണാഭരണവും അതിഗംഭീരമായ സൗന്ദര്യത്തോടു കൂടിയും ആനന്ദത്തോടു കൂടിയായിരുന്നു യാത്ര എന്ന് പറയുന്നത്. അപ്പോ പോകുന്ന വഴിക്ക് അവര് കാട്ടിൽ നിന്ന് കിട്ടുന്ന മയിൽപ്പീലി, അവിടുത്തെ വൃന്ദാവനത്തിലെ ആ മണൽത്തിട്ടകൾ ഉണ്ടാവും, യമുനയുടെ കരയിലുള്ള മണൽത്തിട്ട, പലതര നിറത്തിലുള്ള മണൽത്തിട്ടകൾ ഉണ്ടെന്ന് പറയുന്നത്. പച്ച, മഞ്ഞ, ചുവപ്പ്, അങ്ങനെ പലതരത്തിലുള്ള മണ്ണുകൾ അവിടെയുണ്ട്. അങ്ങനെ ആ മണ്ണുകളെല്ലാം അവർ ശേഖരിക്കും. എന്തിനാ? ആ മണ്ണുകളെല്ലാം അല്ലെ, നമ്മൾ പറയല്ലേ, ബർഹാപീഠം നടവര ബഭു അല്ലെ, ഒരു നർത്തകനെ പോലെ എന്നാ പറയും. ഭഗവാൻ ഒരു നർത്തകനെ പോലെ ആയിരിക്കും ഭഗവാനും ഗോപന്മാരും ഒക്കെ. അവരെല്ലാം നർത്തകന്മാരെല്ലാം കണ്ടില്ലേ, ഒരുപാട് അലങ്കാരങ്ങളൊക്കെ ചെയ്യും. അതുപോലെ ഭഗവാൻ ഈ വൃന്ദാവനത്തിലെ യമുന തടത്തിലെ മണ്ണൊക്കെ ശരീരത്തിൽ ഇങ്ങനെ പൂശും. എന്നിട്ട് ഇങ്ങനെ അവിടെ അവര് കേളികളാടും എന്ന്. അങ്ങനെ ഇതൊക്കെ ശേഖരിച്ചിട്ട് അവരിങ്ങനെ യാത്ര, ഓരോരുത്തരും ഓരോ വേഷം കെട്ടിയിട്ടാണ് വനത്തിലൂടെ പോകുന്നത്. അപ്പോ അവർ പലതരത്തിലുള്ള ലീലകൾ ചെയ്യും. ഒരു കുട്ടി മറ്റൊരു കുട്ടിയുടെ ഭക്ഷണം പൊതി മോഷ്ടിക്കും, എന്നിട്ട് വേറെ ആളുടെ കയ്യിൽ കൊടുക്കും. അങ്ങനെ പല ലീലകളും അവരാടും. ചിലപ്പോൾ അവർ കഴിക്കുന്ന സമയത്ത് അവർ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാളുടെ കയ്യിൽ കൊടുക്കും, ചിലയാൾ അവരുടെ വായിൽ നിന്ന്. ചിലപ്പോൾ മധുമംഗളം എന്ന് പറഞ്ഞ ഒരു ഗോപന്റെ വായിൽ നിന്നാണ് ചിലപ്പോ ശ്രീകൃഷ്ണൻ ഭക്ഷണം വാരിയെടുത്ത് കഴിക്കുന്നവർ. വായിൽ നിന്ന് അവൻ ചവച്ചിറക്കുന്ന ഭക്ഷണം എടുത്തിട്ട് കൃഷ്ണൻ കഴിക്കും. ഇതൊക്കെ കണ്ടിട്ട് ആണ് നമ്മുടെ ബ്രഹ്മാജി അത്ഭുതപ്പെടുന്ന പറയുന്നത്. ഇങ്ങനെയൊക്കെ നോക്കൂ, ഇവരുടെ ഭാഗ്യം എങ്ങനെയാ. ഈ കൃഷ്ണൻ വന്നിട്ട് ഒരു കുട്ടിയെ പോലെ വന്നിട്ട് അവരുടെ കൂടെ ഇങ്ങനെ ലീലകൾ ആടുവാണ്. എന്താണ് അതിന്റെ കാരണം നമുക്ക് മനസ്സിലാക്കാം. ഇതിലൂടെ പ്രത്യേകിച്ചും പറയുന്നുണ്ട്. അപ്പോ അങ്ങനെ അവര് ഓരോ വിനോദങ്ങളിൽ ഏർപ്പെട്ട് ഇങ്ങനെ പോവുകയാണ്. ഓരോ സ്ഥലത്തും അവരെ പോകുന്ന സമയത്ത് പ്രത്യേക സ്ഥലത്തെ ഭൂഭംഗിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ മുമ്പേ അങ്ങ് ഓടും, വേഗം തന്നെ പോകുന്ന പറയുന്നത്. അപ്പോൾ മറ്റുള്ള കുട്ടികളെല്ലാം കൃഷ്ണന്റെ ഒപ്പം എത്താൻ വേണ്ടിയിട്ട്, കൃഷ്ണൻ എവിടെയാ പോകുന്നത് അവിടേക്ക് എത്താനാണ് എല്ലാവരുടെയും ശ്രദ്ധ. അതുകൊണ്ടാണ് അവർ അത്രയും പ്രിയപ്പെട്ടതായതും ഭഗവാന്. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ കൃഷ്ണമാർഗമല്ല, നമ്മള് കൃഷ്ണമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് നമ്മുടെ മായയുടെ മാർഗമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അല്ലെ. പക്ഷെ നമ്മളിങ്ങനെ മായയുടെ മാർഗത്തിൽ നിന്ന് നമ്മൾ വിദൂരത്തിലേക്കായിട്ടാണുള്ളത്. തിരിച്ച് കൃഷ്ണമാർഗത്തിലേക്ക് പോകാനുള്ള ഒരു പദ്ധതിയാണ് കൃഷ്ണാവബോധം എന്ന നമ്മുടെ ഈ ഒരു പ്രസ്ഥാനവും ഈ ഒരു സത്സംഗവും. പക്ഷെ ഗോപന്മാർ ഒരിക്കലും കൃഷ്ണമാർഗത്തിൽ നിന്ന് വിട്ടുപോകുന്നില്ല. അവർ കൃഷ്ണൻ എവിടെ പോകുന്നോ ആ കൃഷ്ണനെ അനുഗമിക്കുന്നതാണ് അല്ലെ. കൃഷ്ണന്റെ പിന്നാലെ അവർ കൃഷ്ണനെ തൊടാൻ വേണ്ടി, കൃഷ്ണന്റെ കൂടെ എത്താൻ വേണ്ടി അവർ ഓടുകയാണ്. ഞാൻ തൊടും കൃഷ്ണനെ ആദ്യം ഓടിയെത്തിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിന്നാലെ ഓടും. അടുത്ത ആൾ പറയും ഞാനാണ് ആദ്യം തൊടുക എന്ന് പറഞ്ഞ് അവര് മത്സരിക്കും. അങ്ങനെ അവർ ആനന്ദത്തോടെ ഓടക്കുഴല്, പിന്നെ ചില സമയത്ത് കൊമ്പുകള്, പിന്നെ മയിലിന്റെ പിറകെ പാഞ്ഞ് അതൊക്കെ ഊതും. അതുപോലെ മയിലിന്റെ പിറകെ പായും, കുരങ്ങന്റെ പിറകെ പായും, കുരങ്ങനെ പോലെ അവിടെ ഇരിക്കും, ചാടി കളിക്കും. അങ്ങനെ ഓരോ ലീലകളൊക്കെ കളിച്ച് ആ ലീലകളുടെ വർണ്ണനങ്ങളാണ് ഇവിടെ വിശദീകരിച്ചുകൊണ്ട് പോകുന്നത്. അതിനുശേഷം അവിടെ കൃത്യമായിട്ട് പറയുന്നൊരു കാര്യമാണ്, നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കാര്യം മനസ്സിലാക്കേണ്ടതാണ്. ഭഗവാൻ അവിടെ പറയുന്നു, ഭഗവാൻ തന്നെ നേരിട്ട് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ. ഞാൻ ആ ലീലകളൊന്നും കൂടുതൽ സമയം അത് ഇങ്ങനെ വായിക്കുന്നില്ല, നമ്മുടെ സമയപരിധി കൊണ്ടാണ്. അവിടെ പറയാണ്, ഭഗവാൻ തന്നെ നേരിട്ട് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ബ്രഹ്മം, പരമാത്മാവ്, പരമ്പൊരുളായ ഭഗവാൻ എന്നിങ്ങനെ ആനുപാതികമായിട്ടാണ് അതീന്ദ്രിയവാദികൾ അദ്ദേഹത്തെ സാക്ഷാത്കരിക്കുന്നത്. ഇവിടെ ഈ പ്രസ്താവന സ്ഥിരീകരിക്കുമാർ സ്വന്തം ശരീരദീപ്തി കൊണ്ട് നിർവ്യക്തിഗതവാദികൾക്ക് ബ്രഹ്മസാക്ഷാത്കാരം നൽകുന്ന കൃഷ്ണൻ ഭക്തന്മാർക്ക് പരമ്പൊരുളായ ഭഗവാനായി ആനന്ദം നൽകുന്നു. ഇവിടെ ഭക്തന്മാരായിട്ടുള്ള അല്ലെങ്കിൽ തന്റെ കൂടെയുള്ള തന്റെ സഖാക്കന്മാരായിട്ടുള്ള ആ ഗോപന്മാർക്ക് ഭഗവാൻ അങ്ങനെ അതീന്ദ്രിയ ആനന്ദത്തിന്റെ പരമകോടിയിലാണ് എത്തിച്ചിരിക്കുന്നത്. അവരെല്ലാം മതിമറന്ന് കൃഷ്ണനോടൊപ്പം കേളികളാടുകയാണ്. അതിന് കാരണം എന്താ? ഇവിടെ വ്യത്യസ്ത തരത്തിലല്ലേ, ബ്രഹ്മേതി പരമാത്മാവേതി ഭഗവാനേതി ശബ്ദതി അല്ലെ, അവര് അല്ലെ വദന്തി തത്വത്വ വിധസ്തത്വം എന്ന് പറയുന്നുണ്ട്. ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ അത് വിശദീകരിക്കുന്നുണ്ട്. ശ്രീമദ് ഭാഗവതം 1-ാം സ്കന്ധം 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, വദന്തി തത്വ വിധസ്തത്വം
യത് ജ്ഞാനം അദ്വയം ബ്രഹ്മേതി പരമാത്മവേദി ഭഗവാനിത് ശബ്ദതേ. 3 തരത്തിലാണ് ബ്രഹ്മം, പരമാത്മാ, ഭഗവാൻ എന്ന തരത്തിൽ. ഇപ്പോൾ ബ്രഹ്മസാക്ഷാത്കാരം നേടാൻ വേണ്ടിയിട്ട് ബ്രഹ്മവാദികൾ ഇതാകുന്നു. അതുപോലെ പരമാത്മ സാക്ഷാത്കാരം നേടിയിട്ട് അതിനും ഉപരിയായിട്ടുള്ള യോഗികൾ ശ്രമിക്കുന്നു. എന്നാലോ ഭക്തന്മാരോ അവര് ഭഗവാനെ വ്യക്തി രൂപത്തിൽ കണ്ടുകൊണ്ട് ഭഗവാന്റെ സേവയിലും സന്തത സഹചാരികളായും നിൽക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ അതുകൊണ്ട് തന്നെ ഈ ഗോപന്മാർക്ക് സ്വയം ഭഗവാൻ അവരുടെ കൂടെ ലീലകളാടുകയാണ്. അങ്ങനെ അവരെ ആനന്ദിപ്പിക്കുന്നു എന്നാണ് ശീല പ്രഭുപാദ് ഇവിടെ പറയുന്നത്. അങ്ങനെ ആ ഇടയ കുട്ടികൾക്ക് അവൻ പൂർണ്ണമായ ആനന്ദം നൽകി എന്നാ പറയുന്നത്. അവിടെ പ്രഭുപാദ് പറയുന്നുണ്ട്, പുണ്യകർമ്മങ്ങളുടെ കൂമ്പാരങ്ങൾ സഞ്ചയിച്ചതിനു ശേഷം മാത്രമാണ് അവർ പരമ്പൊരുളായ ഭഗവാനുമായി നേരിട്ട് സമ്പർക്കപ്പെടാനുള്ള സ്ഥിതിയിലേക്ക് ഉയർത്തപ്പെട്ടത്. വൃന്ദാവനവാസികളുടെ അതീന്ദ്രിയാനന്ദത്തിന്റെ പരിമാണം കണക്കാക്കാൻ ആർക്കാണ് കഴിയുക? കഠിനമായ വ്രതാനുഷ്ഠാനങ്ങൾക്കു ശേഷവും സ്വഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നവനായിട്ട് പോലും യോഗികൾക്ക് നേരിൽ കാണാനാവാത്ത അവനെ അവർ ഓരോരുത്തരും വ്യക്തിഗതമായി മുഖാമുഖം മുന്നിൽ കണ്ടു. അവരെല്ലാം മുഖാമുഖം കാണുന്നു. ആ ഗോപകുമാരന്മാരെല്ലാവരും ഭഗവാനെ മുഖാമുഖം കാണുന്നു. അതിനുള്ള ഭാഗ്യം എന്താ അവർക്ക് ഉണ്ടായത്? കാരണം എന്താ? യോഗികൾക്ക് പോലും അല്ലെ, 15 കോടി ശതവത്സര സമ്പ്രഗമ്യോ വായുരഥാവയ മനസ്സോ മുനി പൊങ്കവാന പറയുന്നത്. മുനിമാർക്ക് വായുവേഗത്തിൽ തന്റെ മനസ്സിനെ ചലിപ്പിച്ച് മനോവേഗത്തിൽ നമ്മുടെ യോഗികൾക്ക് തന്റെ ആത്മാവിനെ കൊണ്ടുപോയാലും മനോവേഗത്തിൽ സഞ്ചരിച്ചാൽ തന്നെയും അവർക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാനില്ല. യുഗങ്ങൾ തോറും അവർ തപസ്സനുഷ്ഠിച്ചാലും ഭഗവാനെ മനസ്സിലാക്കില്ല. എന്നാലോ ദുർലഭം ആത്മഭക്തവും ഭഗവാന്റെ ആത്മഭക്തന്മാർക്ക് അവർക്ക് എളുപ്പം, വേദേഷു ദുർലഭം ആത്മഭക്തന്മാർക്ക് എളുപ്പമായിട്ട് ഭഗവാനെ പ്രാപിക്കാൻ കഴിയുന്നു എന്നാണ്. അപ്പൊ അതെന്താ കാരണം? അവരുടെ അത്രയും ഭക്തന്മാരാണ് അവരെത്രയോ ജന്മം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, എത്രയോ ജന്മം കഠിനവ്രതം, എത്രയോ ജന്മം അവര് പുണ്യകർമ്മങ്ങളുടെ കൂമ്പാരങ്ങൾ സഞ്ചയിച്ചതിനു ശേഷം. അപ്പോ അത്രയും പുണ്യം ചെയ്തിട്ടുള്ള വ്യക്തികൾക്കാണ് യേശാം തൊന്തകതാം പാപാം ജനാനാം പുണ്യകർമ്മണാം തേ ദ്വന്ദ്മോഹ നിർമുക്തേർ ഭജന്തേ മാം ദൃഢവ്രത എന്ന് ഭഗവത്ഗീത 7-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. എത്രയോ ജന്മങ്ങൾക്ക് ശേഷം പുണ്യകർമ്മങ്ങളാൽ സംഭരിച്ച ജനാനാം പുണ്യകർമ്മങ്ങളാ എല്ലാ പാപങ്ങളും കഴുകിക്കഴിഞ്ഞ് പുണ്യകർമ്മം ആർജിച്ചുകൊണ്ട് ദ്വന്ദ്മോഹ നിർമുക്തർ, അവർ ദ്വന്ദ്ങ്ങളിൽ നിന്നും മോഹങ്ങളിൽ നിന്നും മുക്തരായിട്ട് ഭഗവാനെ ഭജിക്കുന്നുവെന്ന്. അപ്പോ അങ്ങനെയുള്ള ആ ഗോപന്മാര് ഭഗവാനെ മുഖാമുഖം കണ്ട് ആ ലീലയിൽ ഏർപ്പെടുകയാണ്. എന്നിട്ടോ അവിടെ പറയുന്നുണ്ട്, ഇത് പറഞ്ഞിട്ട് ഭഗവാൻ പറയാണ്, എന്നാൽ ഒരു ഭക്തനുമായി സമ്പർക്കം പുലർത്താൻ ഭാഗ്യം സിദ്ധിക്കുന്നവനെ ഭഗവാനെ നേർക്കുനേർ കാണാൻ സാധിക്കും. അനേകം പൂർവ്വജന്മങ്ങളിൽ സഞ്ചയിച്ച പുണ്യകർമ്മങ്ങളുടെ ഫലമായിട്ടാണ് ഇടയ ബാലന്മാർക്ക് കൃഷ്ണനെ നേരിൽ കാണാനും ചങ്ങാതികളെ പോലെ അദ്ദേഹമൊത്ത് വിളയാടാനും കഴിഞ്ഞത്. ഇവിടെ പ്രഭുപാദ് പറയുന്നുണ്ട്, നമുക്ക് നേരിട്ട് ഭഗവാനെ കാണാൻ കഴിയുന്നില്ല എങ്കിലും നമുക്ക് ഭഗവാന്റെ ഭക്തന്മാരെ കാണാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എപ്പോഴെങ്കിലും ഭഗവാനെ നേരിട്ട് കാണാൻ കഴിയും. നമ്മളെല്ലാം ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ഗുരു പരമ്പരയിൽ നമ്മൾ വന്നിരിക്കുമ്പോൾ നമുക്കും ആ ഭാഗ്യമുണ്ട്. നമ്മളും ആ ഗുരു പരമ്പരയിൽ ഏതെങ്കിലും നമ്മൾ ഭക്തന്മാരെയാണ് നമ്മൾ അംഗീകരിച്ചുകൊണ്ട് അവരുടെ പാതയാണ് നമ്മൾ പിന്തുടരുന്നത്. തീർച്ചയായിട്ടും നമുക്കും ആ ഒരു ഭാഗ്യം ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും ഉണ്ടാവും. എത്രത്തോളം നമുക്ക് അതിൽ ശ്രദ്ധയും വിശ്വാസവും ഉണ്ടോ നമുക്കത് കരഗതമാവുന്ന. നമ്മുടെ ശ്രദ്ധയും വിശ്വാസത്തിനനുസരിച്ച് ഭഗവാനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ഭഗവാനിൽ കൂടുതൽ വിശ്വാസം ഉണ്ടാക്കി അങ്ങനെ കുട്ടികളുമൊത്ത് പരമ്പരകളായ ഭഗവാൻ ഇങ്ങനെ ലീലയാടുന്ന സമയത്ത് അവരാരും ഇത് ഭഗവാനാണെന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല ഭഗവാനോടൊത്ത് ഇങ്ങനെ കളിക്കുന്നത്. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്ന അർത്ഥത്തിൽ അവര് ഇങ്ങനെ ലീലകളിലാണ്. അപ്പോൾ തീവ്രമായ സ്നേഹാധിക്യത്തോടെ അവർ അദ്ദേഹത്തെ സ്നേഹിക്കുകയും ഉറ്റ ചങ്ങാതികളെ പോലെ അദ്ദേഹമൊത്ത് കളിക്കുകയും ചെയ്തു. അങ്ങനെ ആ വൃന്ദാവനത്തിലെ കാട്ടില് അവരിങ്ങനെ പൈക്കളെ മേച്ചുകൊണ്ട് ഭഗവാനൊത്ത് ഇങ്ങനെ ലീലകളാണ്. അപ്പോ കൃഷ്ണന്റെ ഈ ബാല്യ ലീലകളിൽ അങ്ങനെ ആമോദിക്കുമ്പോൾ കൂട്ടുകാരുമൊത്ത് ഇങ്ങനെ ആമോദിക്കുന്ന സമയത്ത് അഗാസുരന് ക്ഷമ കെട്ടു എന്ന് പറയുന്നത്. അഗാസുരൻ അഗാസുരന്റെ സഹോദരന്മാര് ജ്യേഷ്ഠത്തിയും പ്രസിദ്ധരായ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിയും ഉണ്ട്. കഴിഞ്ഞ ദിവസം കഥകളിൽ വായിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് അറിയായിരിക്കും. പേര് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? പൂതന ബകാസുരൻ. പൂതനയും ബകാസുരനും അല്ലെ. ബകാസുരൻ എന്ന് പറയുന്ന സമയത്ത് ആ ഒരു കൊക്കിന്റെ രൂപത്തിൽ വന്ന അസുരനെ ഭഗവാനെ കൊന്നുകളഞ്ഞു.
അവന് മോക്ഷം കൊടുത്തു. പിന്നെ പൂതനയെ നമുക്കറിയാം, പൂതന മോക്ഷം അല്ലെ, പൂതനക്കും. അപ്പോൾ അവരെയൊക്കെ കൊന്നതിന്റെ വിവരവും അതിനോടുള്ള ദേഷ്യവും ഒക്കെ ഉണ്ട്. കൂടാതെ തന്റെ സ്വാമിയായ കംസന് വേണ്ടി സേവ ചെയ്യുന്നവരാണ് ആര്, അകാസുരനൊക്കെ അല്ലെ. കംസനുമൊത്ത് ഒരു കാലത്ത് യുദ്ധം ചെയ്തവരായിരുന്നു ഈ അസുരന്മാരെല്ലാം. എന്നാൽ കംസനാൽ തോൽപ്പിക്കപ്പെട്ട് കംസന്റെ അടിമയായിട്ട് കംസന് വേണ്ടി ജോലി ചെയ്യുന്നവരാണ്. ഇങ്ങനെയാണ്. അതാണ് ഏതെങ്കിലും ഒരാളെ സേവ ചെയ്തേ പറ്റൂ നമുക്ക്. ഒന്നിക്കൽ മായയെ, അല്ലെങ്കിൽ പാപത്തെ, അല്ലെങ്കിൽ ഭഗവാനെ. നമ്മളെല്ലാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ന് പാപത്തെയായിരുന്നല്ലേ. സാധാരണക്കാരെല്ലാം ഇന്ന് മായയാണ് സേവിക്കുന്നത്. പക്ഷെ ഭഗവാനെ സേവിക്കാൻ ആരാണോ തയ്യാറാവുന്നത് അവന് എല്ലാ അനർത്ഥങ്ങളും ഇല്ലാതാവുന്നതാണ്. ഇവിടെ കംസന് വേണ്ടി അകാസുരൻ വന്നു. അകാസുരൻ ആകെ ക്ഷമ കെട്ടു. ഈ കുട്ടികളിങ്ങനെ കൃഷ്ണനൊപ്പം കളിക്കുന്നത് കണ്ടപ്പോ ക്ഷമ കെട്ടു. ഇവരെയൊക്കെ കൊന്നെടുക്കാനുള്ള ഉദ്ദേശത്തോടെ അകാസുരൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു, അവിടെ വന്നു. എങ്ങനെയാണ് അവരെ പ്രത്യക്ഷപ്പെട്ടത്? ആ ഒരു പാരഗ്രാഫിൽ അകാസുരന്റെ ശക്തിയെക്കുറിച്ചും അകാസുരനെ ഭയപ്പെടുന്ന ദേവന്മാരുടെ അവസ്ഥയെക്കുറിച്ചും ഒക്കെ വിവരിക്കുന്നുണ്ട്. ദേവന്മാർ എല്ലാവർക്കും പേടിയാണ്. ദേവന്മാർക്കൊരു പേരുണ്ട്, അമരന്മാർ എന്നാണ്. അമരന്മാർ അവർക്ക് മരണമില്ലാതെ അല്ല ദിവസവും അമൃത് സേവിക്കുന്നവരാണ്. പക്ഷെ അവർക്ക് പോലും ഭയമാണ് ഈ അകാസുരനെ. അവർക്ക് പോലും വിശ്വാസമില്ല അകാസുരന്റെ കൈകൊണ്ട് നമ്മൾ മരിക്കും എന്നാണ് അവരുടെ ഭയം. അപ്പോ അകാസുരന്റെ ഭീതി സ്വർഗലോകത്തോളം അറിയുന്നതാണ്. അങ്ങനെ അവരെല്ലാവരും ഭയന്ന് നിൽക്കുന്ന അവസ്ഥയിൽ ആണ് അവിടെ അകാസുരൻ പ്രത്യക്ഷപ്പെടുന്നത്. അത്രയും അപകടകാരിയായ അകാസുരൻ അവിടെ വന്നു എന്നാ പറയുന്നത്. അപ്പൊ കൃഷ്ണനോടത്ത് കളിച്ചിരുന്ന കുട്ടികൾക്ക് അസുരന്മാരെ കുറിച്ച് തെല്ലും ഭയമില്ല. ഒരസുരനെ കുറിച്ചും ഈ കുട്ടികൾക്ക് ഭയമില്ല. ഭയരഹിതരാണ്. ഈ വൃന്ദാവനത്തിലെ എല്ലാവരും ഭയരഹിതരാണ്. കാരണം എന്താ? അവർക്ക് ഭയം എന്ന വാക്ക് രണ്ടക്ഷരാണ്, ഭയം. അതിന്റെ മുമ്പിൽ അവര് ഭഗവാനെ ശരണം പ്രാപിച്ചിരുന്നു, അഭയം പ്രാപിച്ചിരുന്നു. അതുകൊണ്ട് ഭഗവാനെ ശരണം പ്രാപിച്ചതുകൊണ്ട്, ഭഗവാനെ അഭയം ചെയ്തുകൊണ്ട് അവർ ഭയത്തിൽ നിന്ന് മുക്തി നേടി. അതുകൊണ്ടാണ് അഭയം, ഭയത്തിന്റെ മുമ്പിൽ ആ ചേർക്കുമ്പോൾ അഭയം. അഭയം പ്രാപിച്ചു ആരെ? ഭഗവാനെ. അതുകൊണ്ട് ഭയമില്ലാത്ത അവസ്ഥ അവർക്ക് കൈവന്നു. അവർക്ക് ഒരു തെല്ലും ഭയമില്ല. കാരണം എല്ലാ അവസരത്തിലും അതാണ് കൃഷ്ണാവബോധത്തിൽ പുരോഗമിച്ച ഒരു വ്യക്തിയുടെ മനോനില. എങ്ങനെയാണ്? അവർക്ക് ഏതൊരു ദുരിതവും ഏതൊരു പ്രശ്നവും വന്നാലും അവർ കൃഷ്ണനിൽ അഭയം പ്രാപിച്ചവരാണ്. എനിക്കുണ്ടായ എല്ലാ പ്രശ്നവും എൻ്റെ ആയിരിക്കാം. അതിൽ ഞാൻ പരിതപിക്കുന്നില്ല. എൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം പരിഹരിക്കാൻ എൻ്റെ ഭഗവാനുണ്ട്. അത് ഭൗതികമായാലും ആത്മീയമായാലും എന്ന നിലയിൽ അവർക്ക് ഒരു തരത്തിലുള്ള ഭയമില്ല. അവർക്ക് മരണഭയം പോലും ഇല്ല. അതുകൊണ്ടാണ് പരീക്ഷിത്ത് മഹാരാജാവിന്റെ കഥ ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. പരീക്ഷിത്ത് മഹാരാജാവ് 7 ദിവസമേ ഉള്ളൂ തക്ഷകൻ കടിച്ചു മരിക്കാൻ, ദംശിച്ചു മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന അവസ്ഥയിൽ ഭഗവാനെ കുറിച്ച് കേൾക്കാൻ അദ്ദേഹത്തിന് തീരെ മരണഭയം പോലും ഇല്ലാതെ അദ്ദേഹം തിരിച്ചുപോയി എന്ന് പറയുന്നത്. ഭഗവാന്റെ കഥകൾ കേട്ട് അദ്ദേഹത്തിന് ദാഹമോ വിശപ്പോ ഒരു തരത്തിലുള്ള പീഡയോ ഒന്നുമില്ല, മരണഭയം പോലും ഇല്ല. ദേവന്മാർ അമൃത് കൊണ്ടു കൊടുത്തു, എന്നാൽ അതിനെല്ലാം മാറ്റി നിർത്തി ശ്രീമദ് ഭാഗവത്തെ അദ്ദേഹം സ്വീകരിച്ചു, ഭഗവാന്റെ കഥകളെ സ്വീകരിച്ചു, ഭഗവാനെ സ്വീകരിച്ചു എന്നാ പറയുന്നത്. അതുകൊണ്ട് വൃന്ദാവനത്തിലെ ആർക്കും ഭയമില്ല. അവർ തികച്ചും ഭയവിമുക്തരായിരുന്നു. മരണത്തിൽ നിന്നും രക്ഷ നേടാൻ നടത്തുന്ന ഭൗതികമായ ക്രമീകരണങ്ങൾക്ക് ഒരിക്കലും ഉറപ്പുണ്ടാവില്ല. എന്നാൽ കൃഷ്ണാവബോധത്തിൽ സ്ഥിതി ചെയ്യുന്നവന് അമരത്വം ഉറപ്പാണ്. ദേവന്മാർക്ക് പോലും ഭയം. കാരണം അവർ ദിവസവും അമൃത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഡെയിലി അമൃത് കഴിക്കും, രാവിലെയും രാത്രിയും. എന്നാലും അവർക്ക് ഭയമാണ്. കാരണം അവർക്ക് അവരുടെ ഈ അമൃത് കുടിച്ചാലും എപ്പോഴെങ്കിലും അവർക്ക് മരണം വരും എന്ന് അവർക്കറിയാം. പക്ഷെ വൃന്ദാവനത്തിലെ ഇടയ ബാലന്മാർക്ക് പേടിയില്ല. കാരണം അവർക്ക് കൃഷ്ണൻ കൂടിയുണ്ട്. അതാണ് കൃഷ്ണാവബോധത്തിന്റെ മാസ്മരികത. അങ്ങനെ അകാസുരൻ കൃഷ്ണന്റെയും അദ്ദേഹത്തിന്റെ ചങ്ങാതിമാരുടെ മുന്നിലെത്തി. പൂതനയുടെയും ബകാസുരന്റെയും ഇളയ സഹോദരനായിരുന്നു അകാസുരൻ എന്ന് ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ തന്റെ സഹോദരനെ കൊന്നവരും അതുപോലെ കംസന്റെ ആജ്ഞയാലും പ്രചോദിപ്പിക്കപ്പെട്ട് അങ്ങനെ അകാസുരൻ അവിടെ കൃഷ്ണനെയും അവന്റെ കൂട്ടുകാരെയും പശുക്കുട്ടിയും എല്ലാവരെയും വധിച്ചിട്ട് ഞാൻ പകരം വീട്ടു എന്ന് ഉറപ്പിച്ച് അവിടെ വരികയാണ്. അങ്ങനെ അവിടെ അകാസുരൻ എത്തിയിട്ട് എന്താ ചെയ്തത്? അയാൾ എന്ത് ചെയ്തു വെച്ചാല് അവിടെ വന്നിട്ട് ആ കുട്ടികളെ ലീലയാടുന്ന വഴിയിൽ വന്നിട്ട് തന്റെ മഹിമ എന്ന സിദ്ധി, അതാണ് അകാസുരൻ മഹിമ എന്ന യോഗസിദ്ധി കൊണ്ട് വികാസം കൊണ്ടു എന്ന് പറയുന്നത്. അവിടെ പറയുന്നുണ്ട്,
വൃന്ദാവനവാസികൾ ഒന്നടങ്കം ഈ കുട്ടികളെ കൊന്നാല്, ഈ ഗോപകുമാരന്മാരെ കൊന്നാല്, കൃഷ്ണനെ കൊന്നാല് വൃന്ദാവനത്തിൽ അവരുടെ അമ്മയും അച്ഛനും വൃന്ദാവനവാസികളും എല്ലാവരും മരിക്കും. കാരണം അവരുടെ എല്ലാം പ്രാണൻ ഈ കുട്ടികളാണല്ലോ. അപ്പോൾ ഇവരെ കൊന്നാൽ പിന്നെ വൃന്ദാവനത്തിൽ എല്ലാവരെയും കൊല്ലാം. അപ്പൊ എല്ലാവരെയും കൊന്നൊടുക്കണം എന്ന ഒരു തീരുമാനത്തിലാണ് അകാസുരൻ അവിടെ വന്നത്. പക്ഷെ അകാസുരൻ അവിടെ വന്ന് ആ കുട്ടികളുടെ മുന്നിൽ തന്റെ മഹിമാസിദ്ധി, അണിമാ മഹിമ അല്ലെ, കേട്ടില്ലേ, ആ സിദ്ധികളൊക്കെ ആകാസുരൻ അങ്ങനെ വളർന്നു. മഹിമ, തന്റെ ശരീരം അങ്ങനെ വികസിപ്പിച്ച് വായൊക്കെ അങ്ങ് പിളർന്ന് ശരീരം അങ്ങ് നീട്ടി, എത്രയോ യോജന അവിടെ പറയുന്നുണ്ട്, അങ്ങനെ നീട്ടി. ഇപ്പൊ യോഗികളായ ആൾക്കാർക്കൊക്കെ, യോഗസിദ്ധിയുള്ള ആൾക്കാരൊക്കെ അങ്ങനെ ഈ മഹിമാസിദ്ധിയും അണിമാസിദ്ധി, ചിലയാൾക്ക് ചെറുതാവാൻ കഴിയും, ചിലയാളിങ്ങനെ വലുതാവും. യോഗികളൊക്കെ അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ യോഗസിദ്ധികളൊക്കെ കൈമുതലുള്ള ആളായിരുന്നു ഈ അസുരന്മാരൊക്കെ. പല പല യോഗസിദ്ധികളും മാന്ത്രികതയൊക്കെ ഉള്ള ആളാണ്. അങ്ങനെ അകാസുരൻ സ്വയം വികസിച്ച് 4 യോജന നീളമുള്ള ഒരു സർപ്പത്തിന്റെ രൂപം കൈക്കൊണ്ട് അവിടെ ആ വഴിയിൽ വായ തുറന്ന് ഇങ്ങനെ കിടന്നു എന്നാണ്. ഒരു പർവ്വതം പോലെ, ഗുഹ പോലെയുള്ള വായ തുറന്നു വെച്ചു. അപ്പൊ ബലരാമനെയും കൃഷ്ണനെയും അടക്കം എല്ലാ കുട്ടികളും ഒറ്റയടിക്ക് കൊല്ലാനുള്ള പദ്ധതിയായിരുന്നു അകാസുരൻ ചെയ്തത്. അങ്ങനെ ആ വഴിയിൽ അങ്ങ് കിടന്നു. അപ്പൊ ആ സർപ്പരൂപം ദംശിച്ച അസുരന്മാര് പോലും, ദംശിച്ച ദേവന്മാരെല്ലാം ഭയപ്പെട്ടു എന്ന് പറയുന്നത്. പക്ഷെ സന്തോഷം കൊണ്ട് നമ്മുടെ കംസനും അദ്ദേഹത്തിന്റെ കൂട്ടാളികളെല്ലാം വളരെ ആനന്ദിച്ചു. കാരണം ഇപ്പോ ഇനി കൃഷ്ണന്റെ കാര്യം തീരും, അകാസുരന്റെ കൈകൊണ്ട് എല്ലാവരും മരണപ്പെടും എന്ന് കംസനും കൂട്ടാളികളും അസുരന്മാരും ചിന്തിച്ചു. പക്ഷെ ദേവന്മാരെല്ലാം ആ സമയത്ത് ഭയപ്പെട്ടു എന്ന് പറയുന്നു. അങ്ങനെ വലിയ ആ അകാസുരന്റെ രൂപത്തെ കുറിച്ച് അവിടെ വർണ്ണിക്കുന്നുണ്ട് എന്ന്. അദ്ദേഹത്തിന്റെ രൂപം, വലിയ വായ, കണ്ണ്, ശരീരം, ഇതൊക്കെ ആ ഭീമൻ സർപ്പം അവിടെ വന്നിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ കുട്ടികളെല്ലാം ഈ ഭീമൻ സർപ്പത്തെ കണ്ടിട്ട് ഇത് ആരാണെന്ന് അവർ ആദ്യം ചിന്തിച്ചു. പിന്നെ അവർക്ക് മെല്ലെ മെല്ലെ കാര്യം മനസ്സിലായി. ഇത് വലിയ സർപ്പാണെന്ന് മനസ്സിലായി, വലിയൊരു പാമ്പാണ് എന്ന് മനസ്സിലാക്കി. അതിന്റെ ശരീരം ഒരു ഗുഹ പോലെ, വായ ഗുഹ പോലെ, ഇതെല്ലാം അവർ മനസ്സിലാക്കി. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, ആ പാമ്പിന്റെ വായയിലേക്ക് അങ്ങനെ കടന്നുപോയി എന്നാ പറയുന്നത്. അപ്പോ ഈ പാമ്പ് വന്നിരിക്കുന്നത് നമ്മൾ വിഴുങ്ങാനാണോ, അല്ലെങ്കിൽ ഇതിന്റെ അപകടം പറ്റുമോ, എല്ലാം ആ കുട്ടികൾ ചിന്തിച്ചു. പക്ഷെ ഇത് നമ്മളെ വിഴുങ്ങിയാലും അതിന് കൃഷ്ണനെ വിഴുങ്ങാൻ പറ്റില്ല, ബകാസുരനെ കൊന്ന പോലെ കൃഷ്ണൻ ഇതിനെയും തൽക്ഷണം കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു ഭയവും ഇല്ലാതെ അതിൻ്റെ ഉള്ളിൽ പോയി. അവർ ആ പാമ്പിന്റെ വായയിലേക്ക് കടന്നുപോയി. അവർക്ക് ഒരു തരത്തിൽ, അതുകൊണ്ടാണ് കൃഷ്ണാവബോധത്തിലുള്ളവർക്ക് ജീവിതത്തിലെ ഒരു പ്രതിസന്ധിയിലും, നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്ന ഏതൊരു പ്രതിസന്ധിയും അവർ തൃണവൽക്കരിക്കുന്നവർ, ഒന്നിനെയും അവർ അതിൽ ഭയപ്പെടുകയോ, ശോകമോഹ ഭയാപഹ, ഈ 3 കാര്യം അവർക്ക് നഷ്ടപ്പെടും. ശോകവുമില്ല, കഴിഞ്ഞതിനെ കുറിച്ചുള്ള ദുഃഖം, ശോകവുമില്ല, ഇന്നത്തെ കുറിച്ചുള്ള മോഹവുമില്ല, നാളത്തെ കുറിച്ചുള്ള ഭയവും അവർക്കില്ല. ഇത് 3 പോയാൽ പിന്നെ എന്താ പ്രശ്നം നമുക്ക്? ഈ 3 നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെയും പ്രശ്നം അല്ലെ. കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ചുള്ള ശോകം അല്ലെ. നമ്മൾ ഇതിലിരിക്കുന്ന ഇത്രയും പേർക്ക് ആർക്കെങ്കിലും കഴിഞ്ഞ കാര്യത്തെ കുറിച്ചുള്ള ദുഃഖം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ കാലം, കഴിഞ്ഞ ജീവിതം അല്ലെ, എല്ലാവരും ദുഃഖിക്കുന്നു. എന്നാലോ ഇന്നത്തെ ജീവിതത്തെ കുറിച്ച് അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം എന്ന് മോഹിക്കാത്തവരാരും കൊണ്ടോ ഇതിൽ? ഇല്ല. എന്നാലോ നാളത്തെ കാര്യത്തെ കുറിച്ച് ഭയപ്പെടാത്ത ആരും കൊണ്ടോ ഇവിടെ? എല്ലാവർക്കും ഭയമാണ്, നാളെ എന്താവും അല്ലെ. നമ്മളെല്ലാവരും അങ്ങനെയാണ്. ഇത് 3 പോയവരാണ് വൃന്ദാവനത്തിലെ ഇടയബാലന്മാര്. നോക്കൂ, അവിടെ നിലനോക്കൂ. അങ്ങനെ അവര് ആ സർപ്പത്തിന്റെ വായിലേക്ക് കടന്നുപോയി എന്നാണ്. എന്നിട്ടോ അങ്ങനെ കൃഷ്ണൻ എപ്പോഴും അവർ ചിന്തിക്കുന്നത് കൃഷ്ണൻ നമ്മോടൊപ്പം ഉണ്ട്, കൃഷ്ണൻ എല്ലാ കാര്യം നോക്കിക്കോളും. അങ്ങനെ അവർ കൃഷ്ണന്റെ വിരിഞ്ഞ താമരപ്പൂ പോലുള്ള മുഖത്തേക്ക് നോക്കി പുഞ്ചിരിയിട്ടു കൈകൊട്ടി തുടർന്ന് മുന്നോട്ട് നടന്നു. സർപ്പത്തിന്റെ ഭീമാകാരമായ വായ്ക്കകത്ത് പ്രവേശിച്ചു. കൃഷ്ണനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ എപ്പോഴും കൃഷ്ണാവബോധത്തിലാണ് അവരുടെ യാത്ര. അങ്ങനെ ആ അസുരന് വായിലേക്ക് എല്ലാവരും കടന്നു പോകുന്ന സമയത്ത് കൃഷ്ണൻ അത് മനസ്സിലാക്കി. എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കുന്ന ഭഗവാൻ അകാസുരന്റെ ഹൃദയത്തിലുണ്ട്. ആ പരമാത്മാവായ ഭഗവാൻ മനസ്സിലാക്കി ഇത് ഈ ഒരു അസുരനാണ് ഈ ഭീകരരൂപത്തിൽ വന്നിരിക്കുന്നതെന്നും നമ്മളെ വകവരുത്തുക എന്നതാണ് അവന്റെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കിയിട്ട് ഈ കുട്ടികളും എല്ലാവരും ആ സർപ്പത്തിന്റെ വായിൽ പോയപ്പോ കൃഷ്ണൻ ഒരു നിമിഷം കൃഷ്ണൻ ആലോചിച്ച് നിന്നെന്നാ പറയുന്നത്. അപ്പോ ഈ കൃഷ്ണൻ എങ്ങനെ തന്റെ കൂട്ടുകാരെ എങ്ങനെ രക്ഷിക്കും എന്ന നിലയിൽ കൃഷ്ണൻ ആലോചിച്ച് നിന്നു. ആ അസുരൻ കൃഷ്ണനെയും കാത്ത്, അവസാനം കൃഷ്ണൻ കയറിയില്ല, കൃഷ്ണൻ പുറത്തിരിക്കുന്നുണ്ട്.
കൃഷ്ണനും കാത്ത അസുരൻ അവിടെ ഇങ്ങനെ വായ പൊളിച്ചിങ്ങനെ നിൽക്കുകയാണ്. അവസാനം കൃഷ്ണനെയും കൂടി പ്രതീക്ഷിച്ചിരിക്കുകയാണ് അസുരൻ. അങ്ങനെ എല്ലാവരുടെയും രക്ഷ ഉറപ്പുവരുത്തുവാനായിട്ട് കൃഷ്ണൻ ആ തന്റെ കൂട്ടുകാരും മറ്റുള്ളവരെല്ലാം കൃഷ്ണന്റെ വായിലേക്ക് അസുരന്റെ വായിലേക്ക് കടന്നു പോകുന്നത് കണ്ട കൃഷ്ണൻ എന്താ ചിന്തിച്ചത്? ഒരു നിമിഷം അദ്ദേഹത്തിന് നിമിഷം നേരത്തെ കൃഷ്ണന്റെ മനസ്സ് നൊമ്പരപ്പെട്ടു എന്ന് പറയുന്നു. ഇവിടെ പ്രഭുപാദ് പറഞ്ഞു, ഒരു നിമിഷം നൊമ്പരപ്പെട്ടു. എന്താ? എല്ലാവരും ഇങ്ങനെ പോവാ. നമ്മളെക്കുറിച്ചും ഭഗവാൻ ഇങ്ങനെ നൊമ്പരപ്പെടുന്നുണ്ടെന്നാണ്. നമ്മളെക്കുറിച്ച് എന്താണ്? എല്ലാവരുടെയും ഇവരൊക്കെ അകാസുരന്റെ വായിലേക്ക് പോകുമ്പോൾ കൃഷ്ണൻ രക്ഷിക്കുമെന്ന ഉറപ്പിലാണ് പോകുന്നത്. പക്ഷെ നമ്മളെല്ലാം ആരുടെ വായിലേക്കാണ് പോകുന്നത്? മായ, അല്ലെ? എന്തായിരുന്നു? ജീവ് ജാഗോ ഗൗര ചാന്ദ് പോലെ കോത്ത നിദ്ര ജാവോ മായ പിശാചീര കോലെ. നമ്മൾ എത്രയോ കാലമായിട്ട് ആ മായയാകുന്ന പിശാചിന്റെ മടിയിൽ കിടന്നുറക്കാം, അല്ലെ? അത് നമ്മളെ പിടിച്ചിരിക്കുകയാണ്, അത് നമ്മളെ ഗ്രസിച്ചിരിക്കുകയാണ്. എത്രയോ കാലമായിട്ട്, എത്രയോ ജന്മാന്തരമായിട്ട് നമ്മളിങ്ങനെ മായയുടെ പിടിയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മളോടെല്ലാം ഭഗവാന്റെ നാമം ചൊല്ലി ഗൗരചാന്തയെ ഗൗരംഗ മഹാപ്രഭുവിനെ കുറിച്ച് പാടൂ, കൃഷ്ണന്റെ നാമം ചൊല്ലൂ, എന്നിട്ട് ആ മായയുടെ പിടുത്തിൽ നിന്ന് രക്ഷപ്പെടൂ എന്നാ പറയുന്നത്. കൃഷ്ണനും നമ്മളെ നോക്കി നൊമ്പരപ്പെടുന്നുണ്ട്, നമ്മളെ കുറിച്ച് ചിന്തിച്ചിട്ട്. അങ്ങനെ ഒരു നിമിഷം നൊമ്പരപ്പെട്ട ശേഷം എന്താ ചെയ്ത കൃഷ്ണൻ? ഈ കൃഷ്ണൻ ചിന്തിക്കുകയാണ്, തന്റെ ബാഹ്യശക്തി എത്ര വേഗമാണ് പ്രവർത്തനോന്മുഖമാകുന്നു എന്ന് അത്ഭുതപ്പെട്ടു എന്ന് പറയുന്നത്. പ്രഭുപാദ് പറയാണ്, ഭഗവാന്റെ തന്നെയല്ലേ മമ മായ എന്ന് പറയുന്നത്. ഭഗവാൻ ദേവി ഹേഷ ഗുണമയി മമ മായ ദുരത്തയ മാമേവയെ പ്രപദ്യന്തേ മായാമേതന്തരന്തേ. അല്ലെ? സാധാരണക്കാർക്ക് ഈ മായയെ തരണം ചെയ്യാൻ വിഷമമാണ്, എന്നാൽ തനിക്കായിട്ട് സമർപ്പിച്ച വ്യക്തികൾക്ക് ആ മായയെ തരണം ചെയ്യാൻ പറ്റുന്നു ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞത്. വലിയ പ്രയാസമാണ് തരണം ചെയ്യാൻ, എന്നാൽ തനിക്ക് സമർപ്പിച്ച വ്യക്തികൾക്ക് എളുപ്പം പ്രാപിക്കാം. പക്ഷെ ഭഗവാൻ ചിന്തിക്കുകയാണ്, എത്ര പെട്ടെന്നാണ് ഈ മായ പ്രവർത്തനോന്മുഖമാകുന്നത്. അങ്ങനെ അസുരനെ കൊന്ന് തന്റെ ചങ്ങാതികളെയും പശുക്കുട്ടികളെയും രക്ഷിക്കാനുള്ള മാർഗത്തെക്കുറിച്ച് കൃഷ്ണൻ വീണ്ടും ആലോചിച്ചു. അസുരനെ കൊല്ലുന്നതിനെ കുറിച്ച് കൃഷ്ണന് വലിയ ഉത്കണ്ഠ ഒന്നുമില്ല. എന്നാലോ അല്പമൊന്ന് ആലോചിച്ച ശേഷം അദ്ദേഹവും തീരുമാനിച്ചു, ആസുരന്റെ വായിലേക്ക് കടന്നു, അകാസുരന്റെ വായിൽ. അപ്പൊ കൃഷ്ണനും കടന്നു ചെയ്യുന്നത് കണ്ടപ്പോ ഈ കംസനും മറ്റ് അസുരന്മാരെല്ലാം ആനന്ദിച്ചു. ഇതാ ഇപ്പൊ തീരും കൃഷ്ണന്റെ കാര്യം. അകാസുരനും വളരെ സന്തോഷമായി. കൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഇവിടെ പറയുന്നുണ്ട്, അകത്ത് കടന്നപ്പോൾ ആകാശത്തിൽ മേഘങ്ങളുടെ മറവിൽ ഒളിച്ചിരുന്നമാർ പോലും വിലപിക്കാൻ തുടങ്ങുന്ന അസുരൻ കൃഷ്ണൻ കൂട്ടുകൾ എരിക്കുക എന്ന അവസരത്തിലാണ് ദേവന്മാരുടെ വിലാപവും കൃഷ്ണൻ കേട്ടത് എന്നാണ്. അപ്പൊ തന്നെ ആ ദേവന്മാരുടെ വിലാപവും അസുരന്മാരെയും കൂട്ടുകാരെയും അകാസുരൻ ഇങ്ങനെ വായ അടച്ച് ഞെരുക്കി കൊല്ലാൻ വേണ്ടി തയ്യാറായി. ആ സമയത്ത് കൃഷ്ണൻ എന്താ ചെയ്തേ? നേരത്തെ അസുരൻ എങ്ങനെയാണോ സ്വയം തന്റെ മഹിമാ സിദ്ധി പ്രകടിപ്പിച്ച് വലുതായത്, അതുപോലെ അകാസുരന്റെ തൊണ്ടക്കുള്ളിൽ നിന്നുകൊണ്ട്, വായിൽ നിന്നുകൊണ്ട് കൃഷ്ണൻ അങ്ങനെ വികസിക്കാൻ തുടങ്ങുന്നതാണ്. ധാരയാണ് നമ്മൾ പറ്റിക്കുന്നത്, അല്ലെ? കൃഷ്ണൻ അങ്ങ് വികസിച്ചു. തന്റെ ആകാരം അതിഭീമമായിട്ട്, അസുരന്റെ ആകാരം അതിഭീമമാണ്, എന്നാലോ കൃഷ്ണന്റെ വികാസം മൂലം കൃഷ്ണൻ അങ്ങ് വികസിക്കാൻ, അതിനേക്കാൾ വികാസം കൃഷ്ണൻ അങ്ങ് ചെയ്തു. അസുരന് ശ്വാസം മുട്ടാൻ തുടങ്ങി. അവന്റെ കണ്ണുകൾ അതിവേഗം ഇളകി തുടങ്ങി. അവന്റെ ശ്വാസക്രമം മന്ദഗതിയിലായി. അവന്റെ പ്രാണവായുവിന് പുറത്തു കടക്കാൻ ഒരു മാർഗവും ഇല്ല. ശ്വാസം മുട്ടി കരയാൻ തുടങ്ങി ഈ അകാസുരൻ. അവസാനം ഈ പ്രാണവായു എങ്ങോട്ടും പോവാൻ കഴിയാതെ തലയോട് പിളർന്ന് പുറത്തേക്ക് പോയി എന്ന് പറയുന്നു. മഹായോഗികളുടെ ഭ്രൂ മധ്യത്തിൽ നിന്ന് പ്രാണവായു പുറത്തു പോകുമെന്ന് പറയാം. നമ്മളെല്ലാം പലതരത്തിലുള്ള പ്രാണൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്ന പലതരത്തിലാണ്. ഏറ്റവും ഉത്തമമായിട്ട് പറയുന്നത് ഭ്രൂമധ്യത്തിലൂടെ വിട്ടുപോകും, ചിലയാളുടെ കണ്ണിലൂടെ പോകും, ചിലയാളുടെ വായിലൂടെ പോകും, ചിലയാളുടെ മൂക്കിലൂടെ പോകും. അങ്ങനെ ശരീരത്തിന്റെ ഉയർന്ന ഭാഗങ്ങളിലൂടെ പോകുന്നതിനെ കുറിച്ച് ശ്രേഷ്ഠമായ ചലനം എന്ന് പറയും. ചിലപ്പോൾ അധോഭാഗത്തൂടെയും പോകും. അധോഭാഗത്തോട് ഏറ്റവും നീചന്മാരായ പാപപ്രവൃത്തികൾ ചെയ്തവരാണ് അധോഭാഗത്തിലൂടെ ദ്വാരങ്ങളിലൂടെ വായു വിട്ടുപോകുന്നത് എന്ന് പറയും. പക്ഷെ ഇവിടെ ഭ്രൂമധ്യത്തിലൂടെ ആ അസുരന്റെ ആത്മാവ് പുറത്തേക്ക് പോയി. ഭഗവാൻ അവനെ വധിച്ചു. എല്ലാ ഗോപന്മാരും വായ്ക്കുള്ളിലുണ്ട്, പശുക്കുട്ടികളുണ്ട്. ആ സമയത്ത് ഭഗവാൻ വികസിച്ച് അവന്റെ വായ പൂട്ടാൻ വിടാതെ അവനെ തൊണ്ടയിൽ നിന്ന് ശ്വാസം പുറത്തേക്ക് വിടാതെ അവനെ വധിച്ചു എന്ന് പറയുന്നത്. ആ സമയം അസുരൻ ചത്തു വീണതോടെ തന്റെ അതീന്ദ്രിയമായ ഒറ്റ നോട്ടം കൊണ്ട് തന്നെ
കുട്ടികളെയും പശുക്കുട്ടികളെയും തിരിച്ചു കൊണ്ടുവന്നു. ഭഗവാൻ പറയുന്നുണ്ട്, അണോരണീയാൻ മഹതോ മഹിയാൻ, അണുവിൽ വെച്ച് ഏറ്റവും അണു ഞാനാകുന്നു, മഹത്തായിട്ടുള്ള വികാസം പ്രാപിച്ചതിൽ ഏറ്റവും മഹത്തായവൻ ഞാനാകുന്നു എന്ന് പറയുന്നത് ഭഗവാൻ കാണിച്ചു കൊടുക്കുകയാണല്ലേ തന്റെ സിദ്ധി. അങ്ങനെ ആ ഗോപന്മാരെയും കുട്ടികളെല്ലാം അവിടെ പശുക്കുട്ടികളെല്ലാം ഭഗവാൻ തിരിച്ചു കൊണ്ടുവന്ന് തന്റെ ഒറ്റ നോട്ടത്തിലൂടെ എന്നാ പറയുന്നത്. അങ്ങനെ വായിൽ നിന്ന് പുറത്തേക്ക് വരികയും കൃഷ്ണൻ ആ സമയത്ത് അകാസുരന്റെ വായിലായിരുന്നപ്പോൾ തിളങ്ങുന്ന തേജപ്രസരം പോലെ അസുരന്റെ അന്തരാത്മാവ് ചുറ്റും പ്രകാശം പരത്തിക്കൊണ്ട് പുറത്തു വന്നു. കൃഷ്ണൻ അകത്തിരിക്കുമ്പോൾ അസുരന്റെ ആത്മാവ് പുറത്തു വന്നു. കൃഷ്ണൻ പുറത്തേക്ക് വന്നപ്പോ ആ അസുരന്റെ ആത്മാവ് ഭഗവാനിൽ തന്നെ, കൃഷ്ണനിൽ തന്നെ ലയിച്ചു ചേർന്നു എന്നാ പറയുന്നത്. ഇതെല്ലാം ദേവന്മാരും മറ്റുള്ള ഗോപന്മാരും നോക്കി കണ്ടു. ഈ അസുരന്റെ ആത്മാവ്, ആ തേജസാർന്ന ആത്മാവ് കൃഷ്ണനിൽ ലയിച്ചു ചേർന്നു എന്നാണ്. അങ്ങനെ എല്ലാ ദേവന്മാരും ആഹ്ലാദത്തോടെ അവര് ഭഗവാന് ജയ ജയ ശബ്ദം മുഴക്കി. എല്ലാ സ്ഥലങ്ങളിലും പെരുമ്പറയും മംഗളധ്വനികളെല്ലാം മുഴങ്ങി. ആകാശത്ത് പുഷ്പവൃഷ്ടി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എല്ലാ ഗോപ കുട്ടികളും കണ്ടു. അവിടെ ആ അസുരന്റെ ഭീമാകാരമായ വായ കുറേ കാലം അവിടെ തുറന്നു കിടന്നു എന്നാണ്. ആ കാട്ടില് ഇങ്ങനെ അവന്റെ ശരീരം അവിടെ തുറന്നു കിടന്നു എന്നാണ്. ക്രമേണ അത് വരണ്ടുണങ്ങി. അതെന്താ ചെയ്യുന്നത്? എല്ലാ ദിവസവും പോയി വൃന്ദാവനത്തിൽ പോയി കളിക്കുന്ന കുട്ടികൾ അതിൽ കയറിയിട്ട്, നമ്മൾ പറയുന്നില്ലേ ഇതിനെല്ലാം പോയി കഴിഞ്ഞാൽ കുട്ടികൾ ഗുഹയിലൂടെ പോയിട്ട് പുറത്തേക്ക് വരുന്നില്ലേ, അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഉപകരണമായി മാറിയെന്ന. നോക്കൂ, ഇങ്ങനെയാണ് ഭഗവാൻ തന്റെ ലീലകള് തന്റെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി, ഭഗവാനോട് എതിരിടുന്നവരെല്ലാം ആ ഭഗവാന്റെ വിനോദങ്ങളായി മാറും അല്ലെ, ഭഗവാന്റെ പാർഷദന്മാരുടെ വിനോദങ്ങളായി മാറ്റുന്ന. അവരുടെ എല്ലാ പ്രതിസന്ധികളും നമുക്ക് നേരെ വരുന്ന എല്ലാ പ്രതിസന്ധികളും, നമുക്ക് കൃഷ്ണഭക്തി ഉണ്ടെങ്കിൽ, നമ്മൾ കൃഷ്ണനെ ചേർത്ത് നിർത്തുകയാണെങ്കിൽ, നമുക്ക് നമ്മുടെ തടസ്സങ്ങളും, നമുക്ക് ഇന്ന് ശത്രു എന്നും നമുക്ക് പ്രശ്നമെന്നും നമ്മൾ ചിന്തിക്കുന്നതെല്ലാം നാളെ നമ്മുടെ അവരെല്ലാം നമ്മുടെ ആനന്ദത്തിന്റെ വഴിയായി മാറുന്നു കൃഷ്ണൻ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അങ്ങനെ സമയമായി, ഏകദേശമായി. അകാസുര വധം നടന്നത് 5 വയസ്സിൽ താഴെ പ്രായമുള്ള സമയത്താണ്. നമുക്കറിയാം അങ്ങനെ ആ സമയത്തുള്ള 5 വയസ്സിന് താഴെയുള്ള സമയത്തായിരുന്നു അകാസുര വധം നടന്നതും. പിന്നീട് ബ്രഹ്മാവിനെ പോലുള്ള ദേവൻ ഇവിടെ ശീലപ്രഭുപാദ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ശീലപ്രഭുപാദ് വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യം, ബ്രഹ്മാവിനെ പോലുള്ള ദേവന്മാരെക്കാൾ അത്യുന്നത നിലയിലുള്ള പരമ്പരകളായ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ അനശ്വരമായ ശരീരത്തിൽ ലയിച്ചു ചേരാൻ ഒരാൾക്ക് അവസരം നൽകുക എന്നത് പ്രയാസമുള്ള കാര്യമല്ല. ഇങ്ങനെ ഒരു അവസരം അദ്ദേഹം അകാസുരന് നൽകി. അകാസുരന് വെറും അസുരനാണ്, പാപിയാണ്, ഏറ്റവും വലിയ പാപിയാണ്. അഘം അസുരൻ, പാപിയായ അസുരൻ എന്നാണ് പറയാം അല്ലെ. എന്നിട്ട് പോലും അദ്ദേഹത്തിന് ഭഗവാനിൽ ലയിച്ചു ചേരാനുള്ള അവസരം നൽകി. കാരണം അത്യന്തം പാപിയായ ഒരു ജീവാത്മാവായിരുന്നു അകാസുരൻ എന്ന് തീർച്ച. പാപികൾക്കും കേവല സത്യത്തിന്റെ അസ്തിത്വത്തിൽ ലയിച്ചു വരാൻ സാധ്യമല്ല. എന്നാൽ ഇവിടെ കൃഷ്ണൻ അകാസുരന്റെ വായിൽ പ്രവേശിച്ചതോടെ അവന്റെ സർവ്വ പാപവൃത്തികളുടെയും ദുഷ്ഫലങ്ങൾ തീർന്ന് വിമലീകരിക്കപ്പെട്ടു. ഭഗവാൻ അവന്റെ വായിലേക്ക് കയറിയപ്പോൾ അവന്റെ എല്ലാ തരത്തിലുള്ള പാപവും ഇല്ലാതായി. ഇതുപോലെ നമുക്കും നമ്മുടെ നാവിൽ ആരെ കയറ്റിയിരുത്താൻ പറ്റും? ഭഗവാനെ കയറ്റിയിരുത്താൻ പറ്റും. അതെങ്ങനെയാ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ നാമം ജപിച്ചോണ്ട് കൃഷ്ണപ്രഭു നാമം ജപിച്ചോണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മളെല്ലാം അകാസുരന്റെ പ്രതിനിധികളാണ്. ആരെങ്കിലും ഇതിൽ പറയാൻ പറ്റുമോ? നമ്മൾ ആർക്കും പാപമില്ലാത്തവരുണ്ട്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമ്മളെല്ലാം പാപികളാണ് അല്ലെ. അതെ, നമ്മളെല്ലാം പാപികളാണ്. അപ്പൊ നമുക്കും നാമം ജപിക്കുകയാണെങ്കിൽ നമ്മുടെ വായിലും ഭഗവാനെ, നമ്മുടെ നാവില് ഭഗവാനെ വരും, നമ്മളെല്ലാ പാപങ്ങളും ഇല്ലാതാവുന്നു ഭഗവാൻ നമുക്ക് ഇവിടെ കാണിച്ചു തരികയാണ്. ആ എല്ലാ ദുഷ്ഫലങ്ങളും തീർന്ന് വിമലീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭുപാദ് അവിടെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ പരമ്പരകളായ ഭഗവാൻ ശ്രീകൃഷ്ണൻ നേരിട്ട് ഉടലിൽ പ്രവേശിക്കാനിടയായ അകാസുരനെ പോലെയുള്ളവരുടെ നില എത്രയോ ഉന്നതമാണ്. സാധാരണ ആൾക്കാർക്ക് ഒരു യോഗികൾക്ക് പോലും അത് കഴിയുന്നില്ല. എന്നാൽ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അകാസുരനത് സാധിച്ചു എന്നാ പറയുന്നു. അങ്ങനെ ഭഗവാന്റെ പ്രത്യേകമായ ഈ പൂർണ്ണത നേടാൻ മനസ്സിൽ ഭഗവത് രൂപം സൂക്ഷിക്കുക മാത്രമേ വേണ്ടൂ എന്ന് പറയുന്നു. ഭഗവാനെ ഈ ഇത്തരത്തിലുള്ള മാലിന്യങ്ങളിൽ നിന്നെല്ലാം മുക്തരായി തീർന്ന് ശരീരം നമുക്ക് ഭഗവത് നാമത്തിൽ തിരിച്ചു പ്രവേശിക്കാൻ എന്തു ചെയ്യണം? നമ്മളെല്ലാം ഭഗവാനെ സ്മരിക്കുക, ഭഗവാന്റെ പുണ്യനാമം ജപിക്കുക. അങ്ങനെ അതിനാൽ അകാസുരന്റെ നില സാധാരണ ഭക്തന്മാരുടെയോ ഏറ്റവും വലിയ യോഗികളുടെയോ നിലയേക്കാൾ മഹത്തരമാണ്. നോക്കൂ, എത്രയോ മഹാപാപിയായ ആ അകാസുരൻ ഒരു നിമിഷം കൊണ്ട് സാധാരണക്കാരായ വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ മഹായോഗികളിൽ നിന്നല്ല
ഉയർന്ന നിലയിലേക്ക് ഒരു നിമിഷം കൊണ്ട് പോയി അത് ഭഗവാന്റെ പ്രത്യേകമായ കാരുണ്യമായിട്ട് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയും എന്ന് പ്രഭുപാദ് പറയുന്നുണ്ട്. വീണ്ടും വീണ്ടും അദ്ദേഹത്തെ കുറിച്ച് കേൾക്കാനുള്ള താല്പര്യത്തോടു കൂടി അപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവ് വീണ്ടും വീണ്ടും ഈ കഥകൾ കേട്ടിട്ട് എനിക്ക് ഇനിയും ഇനിയും കേൾക്കണം എന്ന് അല്ലെ നമ്മളെ ശ്രീമദ് രാമായണത്തിൽ അവിടെ പറയുന്നുണ്ട് അല്ലെ, എനിക്ക് ഇനിയും കഥയമ്മ കഥകൾ സാദരം കാകുൽസ്ഥ ലീലകൾ കേട്ടാൽ മതി വരാം. നമ്മൾ പാടിയിട്ടുണ്ടാവും അല്ലെ, അമ്മമാര് പാടല്ലേ രാമായണം മലയാളത്തിലുള്ള, അതിൽ പറയുന്നുണ്ട് അല്ലെ, കഥയമ്മ ഇനിയും പറയൂ കാകുൽസ്ഥനായിട്ടുള്ള ഭഗവാന്റെ ലീലകൾ കേട്ടാലും മതിയാവുന്നില്ല എന്ന നിലയിൽ പരീക്ഷിത് മഹാരാജാവ് വീണ്ടും ശുകദേവ ഗോസ്വാമിയോട് ചോദിക്കുന്ന ഭാഗം പറഞ്ഞുകൊണ്ട് ഇവിടെ പരീക്ഷിത് മഹാരാജാവിന്റെ ഭാഗ്യം, ഒരു രാജാവായിരുന്നിട്ട് പോലും പരീക്ഷിത് മഹാരാജാവിന് പല പല തിരക്കുകളും ഒക്കെ ഉണ്ടെങ്കിലും നോക്കൂ, ഈ പരീക്ഷിത് മഹാരാജാവിന് ഇപ്പോ ആ കഥകൾ കേൾക്കാനുള്ള അവസരവും ഇതാ ഇവിടെ ശുകദേവ ഗോസ്വാമിയിൽ നിന്ന് വന്നിരിക്കുന്നു. തന്റെ എല്ലാ രാജ്യഭാരങ്ങളും മാറ്റിവെച്ച് നോക്കൂ, 7 ദിവസം കൊണ്ട് മരിക്കൂ എന്ന അവസ്ഥയിലെത്തിയപ്പോൾ എല്ലാ തരത്തിലുള്ള ഭാരവും അവിടെ പരീക്ഷിത് മഹാരാജാവിനെ ഇറക്കി വെക്കാൻ പറ്റി, കൃഷ്ണമാർഗത്തിൽ ചലിക്കാൻ പറ്റി. നമ്മൾക്ക് പരീക്ഷിത് മഹാരാജാവിന് 7 ദിവസം ഉണ്ട്, നമുക്ക് ഇനി എത്ര 7 നിമിഷം ഉണ്ടോ എന്ന് നമുക്കറിയില്ല. എന്നിട്ടും പോലും നമ്മൾ നമ്മുടെ അടുത്ത അല്ലെ ലക്ഷ്മണോപദേശത്തിൽ രാമായണത്തിൽ ഒരു കഥ പാടുന്നുണ്ട്. എന്താണ്? അമ്മമാരെല്ലാം അറിയുന്നതാണ്, ഒരു തവളയുടെ ഒരു പാമ്പിന്റെയും കഥ. പാട്ട് പാടാൻ ചച്ചുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിനാം പരിഗ്രസ്തമാ ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു അല്ലേ. നമ്മളെല്ലാം സ്കൂളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ, നമ്മളെ ആ ചക്ഷുശ്രവണം എന്ന് പറഞ്ഞാല് അല്ലെ ആ പാമ്പിനെ കുറിച്ചാണ്. ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം, ആ പാമ്പിന്റെ വായിലകപ്പെട്ട തവള ഏത് നിമിഷവും അതിന്റെ പിൻകാലുകള് പിറകോട്ട് വലിഞ്ഞ് തന്റെ തലയും പാമ്പിന്റെ വായിലേക്ക് അകപ്പെടാൻ ഇനി നിമിഷങ്ങളെ വേണ്ടു. ആ സമയം മുന്നിലൂടെ പോകുന്ന പുൽച്ചാടിയെ തന്റെ നാവ് നീട്ടി പിടിക്കാൻ ശ്രമിക്കുന്ന ആ തവളയെ പോലെയാണ് നമ്മളെല്ലാം. നമുക്കിനി എത്ര നിമിഷമുണ്ടെന്ന് നമ്മൾ അറിയില്ല. എന്നാലും കൃഷ്ണന്റെ കഥകൾ കേൾക്കാനോ കൃഷ്ണഭക്തി ചെയ്യാനോ നമുക്ക് തോന്നുന്നില്ല. നമ്മൾ വീണ്ടും ഭോഗങ്ങൾ അല്ലെ, ഉണ്ണി ഉണ്ടായി വേൾപ്പിച്ചതിലൊരു ഉണ്ണി ഉണ്ടായി കണ്ടാവൂ ഞാനെന്ന് യുദ്ധം ഓരോന്നേ ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവ ശിവ എന്ന് പൂന്താനം പറഞ്ഞ പോലെ നമ്മളെല്ലാം ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഇതാ മഹാഭാഗ്യവാന്മാരായ നിങ്ങളെ പോലുള്ള ഭക്തന്മാര് ഈ കഥകൾ കേൾക്കാനും ഭഗവാനെ കുറിച്ച് സ്മരിക്കാനും കേൾക്കാനും ജപിക്കാനും ഇങ്ങനെ വന്നുകൂടുന്നു. നിങ്ങളെല്ലാവരും മഹത്തായിട്ടുള്ള ഭാഗ്യവാന്മാരാണ്. നമ്മളെല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഇനി മേൽക്കുമേൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സേവനം ഇവിടെ ഭഗവത് പാദത്തിൽ സമർപ്പിക്കുകയാണ്. ഇവിടെ വന്ന എല്ലാ ഭക്തന്മാരുടെയും പാദങ്ങളിൽ നമസ്കരിക്കുകയാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരി ഓം ജയ് ജയ് ഹരേ കൃഷ്ണ.